കൊടും ക്രിമിനലായ മലയാലപ്പുഴ സ്വദേശി പോലീസ് സ്റ്റേഷൻ അക്രമത്തിലെ പ്രതി, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ ആക്രമിച്ച കേസിലെ പ്രതി ചുമത്തി കേസെടുത്ത BJPയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളിനെ യാതൊരു ഉളുപ്പുമില്ലാതെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നമ്മുടെ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ തന്നെ ചുമതലയുള്ള മന്ത്രി, ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, ആ ഗുണ്ടകൾ ഉൾപ്പെടെ കുറെ ആളുകളെ എല്ലാം തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടതാണ്. പഴയ കഥകൾ അവിടെ മലയാളപ്പുഴയിലെ കുടിമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രതി ഒരു പക്കാ ക്രിമിനലാണ്. ഇത് മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഗുണ്ടായിസത്തിന്റെ ഒരു തനി പകർപ്പായി സ്ഥിതി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജെയ്സൺ എന്ന് പറഞ്ഞ പെരുന്നാട് ചിറ്റാറിലുള്ള നമ്മുടെ മൗൺസിയോൺ കോളേജിൽ ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ചതിന് പുറത്താക്കി അവനോട് എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും കൈകാര്യം ചെയ്യും, കാലും കൈ വിട്ടുമെന്ന് പറഞ്ഞു. വേറെ പ്രവീൺ എന്ന് പറഞ്ഞ് ഇവിടെ കണ്ണിത്തോടെ അയാൾ ഇത് തന്നെ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കാലും കൈ വിട്ടു. ഗുണ്ടാ പ്രസംഗം, അക്രമം, അതുപോലെ തന്നെ ഈ ബലാത്സംഗ കേസിലെ പ്രതികള്, മണ്ണ് മാഫിയ കേസിലെ പ്രതികളെ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കൊട്ടേഷൻ സംഘമായിട്ട് CPM മാറി. പണ്ട് CPM നേതാക്കന്മാർ പറഞ്ഞ സഖാവ് പിണറായി വിജയൻ അല്ലെങ്കിൽ സഖാവ് ചടയങ്കോ, ഇപ്പൊ പറഞ്ഞ സഖാവ് ഇടലി എന്നാണ് വിളിക്കുന്നത്.